ശ്രീനിവാസൻ യാത്രയാവുന്നു. മലയാളത്തിന് സഹിക്കാനാവാത്ത വേദനയാണ് ഈ വേർപാട്. മലയാളത്തിൻ്റെ സാധാരണ ജനതയുടെ ആത്മാംശം പ്രകൃതിയിലേക്ക് അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. സാധാരണ മനുഷ്യന് വേണ്ടി ശക്തിയുക്തം സംസാരിച്ച സോദരൻ, സുഹൃത്ത് ആണ് വിട പറയുന്നത്. ആർക്കും അവഗണിക്കാനാവാത്ത പ്രതിപക്ഷ ശക്തിയായിരുന്നു ശ്രീനിവാസൻ. തൻ്റെ മാധ്യമത്തിലൂടെ തനിക്ക് മുന്നിലുള്ള വിഷയങ്ങളെ അണിനിരത്തി സഹജീവികൾക്കായി വാദിച്ചു. പൊതുജനപക്ഷത്തു നിന്നു എന്നും 48 വർഷക്കാലം സിനിമ എന്ന തൻ്റെ തട്ടകത്തിൽ ഒരു സാധാരണക്കാരനായി നിലകൊണ്ട് സിനിമയ്ക്കകത്തും പുറത്തുമുള്ള സഹജീവികളെ പഠിച്ചും വിമർശിച്ചും നേർവഴി കാട്ടിയും നന്മകൾ നേർന്നും അവരെ കഥാപാത്രങ്ങളാക്കിയും ശ്രീനിവാസൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. നാടിൻ്റെ സ്പന്ദനങ്ങൾക്ക് കാതോർത്ത് ആ ഹൃദയമിടിപ്പിൽ അപാകതകൾ ഉണ്ടാകുമ്പോഴൊക്കെ തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടി ശ്രീനിവാസൻ്റെ തൂലികത്തുമ്പിൽ പിറന്ന ഓരോ കഥാപാത്രവും ശ്രീനിവാസൻ എന്ന വിപ്ലവകാരിയുടെ മുദ്രാവാക്യങ്ങളായിരുന്നു. ആ മുദ്രാവാക്യങ്ങൾ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കും. 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കുമെന്ന് കേൾക്കുമ്പോൾ ക്യൂബ മുകുന്ദനെ പോലെ മലയാളിയും ആശ്വാസത്തോടെ ചിരിക്കും. ഒരു ഉലക്ക കിട്ടുമോ എന്ന് ദിനേശൻ ധൃതിയിൽ ചോദിക്കുമ്പോൾ കേരളമൊട്ടുക്കുള്ള ദിനേശന്മാർ ഒന്ന് ചൂളും. കണ്ടവൻ്റെ ഇടിയും തൊഴിയും കൊണ്ട് നക്കാപ്പിച്ച ശമ്പളം വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങി വിജയിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്ന് നമുക്കിപ്പോൾ അറിയാം. പോളിടെക്നിക്കിൽ പോയി യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിച്ചിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഏതൊരു മലയാളിക്കും ക്ലച്ചിടുമ്പോൾ ഗിയർ അമർത്തണമെന്ന് ഒരിക്കലെങ്കിലും തോന്നിപ്പോകും. കൂമാളികളെപ്പോലെ പെരുമാറുന്ന രാഷ്ട്രീയ മേലാളന്മാർ നമ്മൾ ശ്രീനിവാസനിലൂടെ തിരിച്ചറിഞ്ഞു. കള്ളച്ചിരി ചിരിച്ചും കാലുപിടിച്ചും വരുന്ന സ്ഥാനാർത്ഥികളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളാനും നല്ലവരെ മാത്രം കൊള്ളാനും നമ്മൾ ശീലിച്ചു. ദുഷ്ചെയ്തികൾ കൊണ്ട് അപഹാസ്യരാകുന്നവരെ അകറ്റി നിർത്താൻ നമ്മെ പഠിപ്പിച്ചതും ഈ മനുഷ്യൻ തന്നെ. ശുദ്ധഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഉപകരണങ്ങളായി നിലകൊള്ളുന്നത് എത്രയോ തവണ നാം വെള്ളിത്തിരയിൽ കണ്ടു, ചിരിച്ചു, കൈയടിച്ചു. ഒപ്പം സ്വയം തിരുത്താനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്തു. അപകർഷതാബോധത്തിൻ്റെ മറയിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യർക്ക് നേരെ കണ്ണാടി പിടിച്ച് അവരെയൊക്കെ മിടുക്കന്മാരാക്കി ശ്രീനിവാസൻ. സമൂഹത്തിന് മുന്നിൽ വെളിച്ചം തെളിച്ച് നേർവഴി ഇതാണ് എന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഈ ചലച്ചിത്രകാരൻ. താൻ എഴുതി തിരയിലെത്തിച്ച ഓരോ മനുഷ്യനും തനതായ വ്യക്തിത്വം നൽകി. സ്വയം വിമർശിച്ച് സമൂഹത്തിന് നേരെ കണ്ണാടി പിടിച്ച് തിരുത്തിയതും ഇതേ മനുഷ്യനാണ്. ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ സമൂഹം ആ കണ്ണാടി സൂക്ഷിച്ചു വയ്ക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒരു വിപ്ലവകാരിയെ പോലെ മുന്നിൽ നിന്ന് നയിച്ചു ശ്രീനിവാസൻ തൻ്റെ കഥകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ. ഇത്രയും മികവോടെ ഒരു തിരുത്തൽ ശക്തി നമ്മുടെ സാമൂഹിക കലാമണ്ഡലങ്ങളിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീനിവാസൻ പറയുമ്പോൾ കേരളം അത് കേട്ടു, നന്നാവാൻ ശ്രമിച്ചു, ചിലരൊക്കെ നന്നാവുകയും ചെയ്തു. ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ മലയാളത്തിനുണ്ടാകുന്ന നഷ്ടം നികത്താനാവില്ല. പഴയതും പുതിയതുമായ തലമുറകൾക്ക് നെഞ്ചേറ്റാൻ, കണ്ടുപഠിക്കാൻ, സ്വയം തിരുത്താൻ, അനുകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് ശ്രീനിവാസൻ വിട പറയുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ ഓർക്കാൻ എത്രയെത്ര കഥാപാത്രങ്ങൾ. ഓരോന്നും ഓരോ സാമൂഹ്യ ഇടപെടലുകൾ ആയിരുന്നുവെന്നും മലയാളി എന്നും ഓർക്കും. നന്ദി ശ്രീനിവാസൻ. ആദരാഞ്ജലി.